നമ്മുടെ ചാലഞ്ചസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവെയറായി ഇതിനെക്കുറിച്ച് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിരിക്കുന്നത് തീർച്ചയായും കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പൊതുവെ കരിയറിലെ ഗ്യാപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ആൾക്കാർ ഒരു പിൻ പോയിന്റഡ് ആയി മറുപടി പറയാതെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേടിയോടെയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. അത് മാറ്റിവെച്ച് ഒരു സ്ട്രാറ്റജിയോടെ വളരെ കോൺഫിഡൻ്റ് ആയി എന്താണ് ആ സമയത്ത് സംഭവിച്ചതെന്ന് ഓണസ്റ്റായി ഓഥൻറ്റിക്കായി പറയുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്താൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഇംപ്രസ് യുവർ ഇൻ്റർവ്യൂവർ. ഇനി കരിയറിലെ ഗ്യാപ്പും അല്ലെങ്കിൽ ജോലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും മാത്രമല്ല, ടെക്നിക്കലായിട്ടുള്ള വീക്ക്നെസ്സസ് നമുക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള സ്കിൽസ് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതായത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ടൈഡ് ഓവർ ചെയ്യാൻ നമ്മൾ എന്ത് ആക്ഷനാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്ത് സംസാരിച്ചാൽ അവിടെയും വീക്ക്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു വീക്ക്നെസ്സായി മാറില്ല.